എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങി ദൈവകരുണ. ജൂലൈ 14 3 മണിക്ക് എനിക്കൊരു കത്ത് ലഭിച്ചു. ഫാദർ സപ്പോക്കോ, ഓ എൻ്റെ ഈശോയെ, ഞാൻ എത്രമാത്രം സഹിക്കുന്നുവെന്ന് അങ്ങേക്കറിയാമല്ലോ. ആർക്കും എന്നെ ആശ്വസിപ്പിക്കാൻ സാധിക്കാത്തതിനാൽ ആരോടും ഞാൻ എൻ്റെ ഹൃദയവൃത വെളിപ്പെടുത്തുന്നില്ല. എൻ്റെ സർവസ്വവുമായ ദൈവമേ, അവിടുത്തെ തിരുവിഷ്ടമാണ് എൻ്റെ ആഹാരം. നിത്യജീവിതം ഞാൻ ഇപ്പോൾ തന്നെ ജീവിച്ചു തുടങ്ങിയിരിക്കുന്നു. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിനോട് എനിക്ക് വലിയ ഭക്തിയുണ്ടായിരുന്നു. ദൈവഹിതം എങ്ങനെ നിറവേറ്റണമെന്ന് അവിടത്തേക്ക് ഒരു മാതൃകയും ഇല്ലാതിരുന്നിട്ടും അവിടുന്ന് വിശ്വസ്തതാപൂർവം അത് പൂർത്തിയാക്കി. ജൂലൈ 15 വിശുദ്ധ കുർബാനയുടെ സമയത്ത് എത്രയും മാധുര്യമുള്ള ഈശോയുടെ തിരുഹൃദയം വഴി ഞാൻ എന്നെ തന്നെ മുഴുവനായി സ്വർഗീയ പിതാവിന് അർപ്പിച്ചു. അവിടുത്തെ ഇഷ്ടം പോലെ എന്തും എന്നോട് ചെയ്തു കൊള്ളട്ടെ. ഞാൻ എന്നെ തന്നെ ഒന്നുമല്ല. എൻ്റെ കഷ്ടതകളിൽ എനിക്കൊരു വിലയുമില്ല. അതിനാൽ എൻ്റെ ദൈവമേ, അവിടുത്തെ അളക്കാനാവാത്ത കരുണക്കടലിലേക്ക് ഞാൻ എന്നെ തന്നെ വിട്ടുതരുന്നു. ജൂലൈ 16 സ്വർഗീയ പിതാവിൻ്റെ പ്രിയ മകളായി തീരുവാൻ നന്മസ്വരൂപനായ ഈശോയിൽ നിന്ന് നന്മ എന്താണെന്ന് ഞാൻ പഠിക്കുകയാണ്. ഇന്ന് രാവിലെ ഒരാൾ എൻ്റെ വികാരത്തെ വ്രണപ്പെടുത്തിയപ്പോൾ ആ വേദന ദൈവ തിരുമനസ്സിനോട് യോജിപ്പിച്ച് നിശബ്ദമായി അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ ശ്രമിച്ചു. ഉച്ച കഴിഞ്ഞ് 5 മിനിറ്റ് ആരാധിക്കാനായി ചാപ്പലിൽ പ്രവേശിച്ചപ്പോൾ എൻ്റെ നെഞ്ചിൽ ധരിച്ചിരുന്ന ക്രൂശിത രൂപത്തിൽ ഈശോ ജീവനുള്ളവനായി കാണപ്പെട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ മകളെ, നിന്നോടൊപ്പമുള്ള എൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് സഹനങ്ങൾ. ഈ വാക്കുകൾ എൻ്റെ ആത്മാവിനെ വളരെയധികം സ്പർശിച്ചു. എൻ്റെ നാഥനും വഴികാട്ടിയുമായ ഈശോയെ, എനിക്ക് അങ്ങയോട് മാത്രമേ സംഭാഷണത്തിൽ ഏർപ്പെടാൻ കഴിവുള്ളൂ. ഓ എൻ്റെ ദൈവമേ, മറ്റാരുമായി ഇതുപോലെ അനായാസം എനിക്ക് ബന്ധപ്പെടാൻ കഴിവില്ല. എൻ്റെ ആത്മീയ ജീവിതത്തിൽ വൈദികരുടെ സഹായം ഞാൻ എപ്പോഴും സ്വീകരിക്കും. എൻ്റെ ആത്മസ്ഥിതിയെക്കുറിച്ചും അതിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചും എൻ്റെ കുമ്പസാരക്കാരനുമായി മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ. ആഗസ്റ്റ് 4 1936. 2 മണിക്കൂറിലധികം ആന്തരിക പീഡകൾ, യാതനകൾ. പെട്ടെന്ന് തന്നെ ദൈവിക സാന്നിധ്യം എന്നെ ആവരണം ചെയ്തു. നീതിമാനായ ദൈവത്തിൻ്റെ ശക്തിയുടെ കീഴിൽ അമർന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. അവിടുത്തെ നീതി എൻ്റെ മജ്ജ വരെ ചൂഴ്ന്നിറങ്ങി. എൻ്റെ ശാരീരിക ശക്തി ക്ഷയിച്ച് ഞാൻ അബോധാവസ്ഥയിലായി. ഇതുവഴി ദൈവത്തിൻ്റെ ഉന്നതമായ പരിശുദ്ധിയും എൻ്റെ നിർദ്ദിഷ്ടാവസ്ഥയും ഞാൻ വ്യക്തമായി കണ്ടു. വലിയൊരു പീഡ എൻ്റെ ആത്മാവിനെ യാതനയിലാക്കി. ആത്മാവ് അതിൻ്റെ വ്യാപാരങ്ങളെ പരിശോധിച്ച് അവ കുറ്റമുള്ളവയെന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ അതിയായ തീഷ്ണതയോടെ ദൈവത്തിനായി വാഞ്ചിക്കുന്ന ആത്മാവിൽ ഉന്നതമായ ദൈവാശ്രയ ബോധമുണരുന്നു. എങ്കിലും എൻ്റെ നികൃഷ്ടാവസ്ഥയും തൻ്റെ ചുറ്റുമുള്ള ലോകത്തിൻ്റെ മായ സ്വഭാവവും അത് മനസ്സിലാക്കുന്നു. ദൈവത്തിൻ്റെ അനന്ത പരിശുദ്ധിയുടെ മുമ്പിൽ മുഖാഭിമുഖം നിൽക്കുന്ന ആത്മാവിൻ്റെ ദയനീയ അവസ്ഥ. ആഗസ്റ്റ് 13 അത്യുഗ്രമായ പ്രലോഭനത്താൽ ദിവസം മുഴുവൻ ഞാൻ പീഡിപ്പിക്കപ്പെട്ടു. ദൈവദൂഷണം എൻ്റെ അധരങ്ങളിൽ നിവേശിക്കപ്പെട്ടു. പരിശുദ്ധവും ദൈവികവുമായ എല്ലാറ്റിനോടും എനിക്ക് വെറുപ്പ് തോന്നി. എങ്കിലും ഞാൻ ദിവസം മുഴുവൻ എതിരിട്ടു. സന്ധ്യയായപ്പോൾ എൻ്റെ മനസ്സ് തകർന്നു. ഇത് കുമ്പസാരക്കാരനോട് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? അദ്ദേഹം എന്നെ പരിഹസിക്കും. വെറുപ്പും നിരാശയും കൊണ്ട് എൻ്റെ ഉള്ളം നിറഞ്ഞു. ഈ അവസ്ഥയിൽ ദിവ്യകാരുണ്യ സ്വീകരണം നടത്താൻ പറ്റുകയില്ലെന്ന് എനിക്ക് തോന്നി. ആ ചിന്തയാൽ എൻ്റെ ആത്മാവ് തീവ്ര വേദനയിലായി. ആ ദുഃഖത്താൽ ഞാൻ ഉറക്കെ കരഞ്ഞു പോകുമെന്ന് തോന്നി. മറ്റു സഹോദരിമാർ ചാപ്പലിൽ ഉണ്ടല്ലോ എന്ന ചിന്തയാൽ തോട്ടത്തിൽ പോയി ഉറക്കെ ഒന്ന് കരയുകയെങ്കിലും ചെയ്യാമല്ലോ എന്ന് കരുതി. പെട്ടെന്ന് ഈശോ എൻ്റെ അരികിൽ കാണപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു, നീ എവിടെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഈശോയ്ക്ക് ഒരു ഉത്തരവും നൽകിയില്ല. എന്നാൽ എൻ്റെ എല്ലാ ദുഃഖങ്ങളും തിരുമുമ്പിൽ ഞാൻ ഇറക്കി വച്ചു. സാത്താൻ്റെ എല്ലാ പരിശ്രമങ്ങളും അതോടെ അവസാനിച്ചു. ഈശോ എന്നോട് പറഞ്ഞു, നീ അനുഭവിക്കുന്ന ആന്തരിക സമാധാനം ഒരു കൃപയാണ്. പെട്ടെന്ന് തന്നെ അവിടുന്ന് അപ്രത്യക്ഷനായി. സന്തോഷവും അളക്കാനാവാത്ത വലിയൊരു സമാധാനവും ഞാൻ അനുഭവിച്ചു. മഹോന്നത ദൈവമേ, ഒറ്റ നിമിഷത്തിൽ ഇത്രയധികം സമാധാനത്താൽ എന്നെ നിറയ്ക്കുവാൻ അവിടത്തേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആഗസ്റ്റ് 7 1936 കരുണയുടെ ഈശോയുടെ ചിത്രത്തോടു കൂടിയ ദൈവകരുണയെക്കുറിച്ചുള്ള ലഘുലേഖ എൻ്റെ കയ്യിലെടുത്തപ്പോൾ തന്നെ അതിസ്വാഭാവികമായി ദൈവിക സാന്നിധ്യത്താൽ ഞാൻ നിറഞ്ഞു. ദൈവത്തോടുള്ള നന്ദി പ്രകാശനത്തിൽ ഞാൻ മുഴുകിയപ്പോൾ വളരെ തേജസ്സോടെ ഛായാചിത്രത്തിലെ രൂപത്തിൽ ഈശോയെ ഞാൻ കണ്ടു. ഫാദർ സപ്പോച്കോയും ഫാദർ ആൻഡ്രാഷും ഒരു പേന കയ്യിൽ പിടിച്ചുകൊണ്ട് പാദാന്തികത്തിൽ നിൽപ്പുണ്ടായിരുന്നു. അവരുടെ പേനയുടെ അഗ്രത്തിൽ നിന്ന് പ്രകാശവും മിന്നൽ പിണറുകളും പുറപ്പെട്ട് എവിടേക്കോ ധൃതിയിൽ യാത്ര ചെയ്യുന്ന വലിയൊരു ജനക്കൂട്ടത്തിന്മേൽ പതിക്കുന്നുണ്ടായിരുന്നു. ആ പ്രകാശം സ്പർശിച്ചവരെല്ലാം കരങ്ങൾ ഈശോയുടെ നേരെ നീട്ടിക്കൊണ്ട് തിരിച്ചു വന്നു.
ചിലർ വലിയ സന്തോഷത്തോടും മറ്റു ചിലർ ആഴമായ പശ്ചാത്താപത്തോടും വേദനയോടും കൂടിയാണ് തിരിച്ചു വന്നത്. ഈശോ വളരെ അനുകമ്പയോടെ 2 വൈദികരെയും നോക്കുന്നുണ്ടായിരുന്നു. അല്പസമയത്തിന് ശേഷം ഈശോയും ഞാനും തനിച്ചായപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, അവിടുന്ന് ഇപ്പോൾ തന്നെ എല്ലാം പൂർത്തീകരിച്ചല്ലോ, ഇനി എന്നെ സ്വീകരിക്കണമേ. ഈശോ അരുൾ ചെയ്തു, എൻ്റെ തിരുമനസ് ഇനിയും നിന്നിൽ പൂർണ്ണമായി നിറവേറിയിട്ടില്ല. നീ ഇനിയും കൂടുതൽ സഹിക്കേണ്ടി വരും. എന്നാൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഫാദർ ആൻഡ്രാഷിനു വേണ്ടിയും ഫാദർ സൊപ്പോച്കോയ്ക്കു വേണ്ടിയും ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും അത് നിരസിക്കാതെ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ ഈശോ അവർക്ക് നൽകിയിരുന്നു. അവയെല്ലാം എഴുതുന്നില്ലെങ്കിലും ഈശോ അവരെ എത്ര അഗാധമായി സ്നേഹിക്കുന്നുവെന്ന് ഞാൻ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെന്നെ വളരെ ആനന്ദഭരിതയാക്കി. ആഗസ്റ്റ് 15, 1936. ഫാദർ ആൻഡ്രാഷ് വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ തിരുശരീരവും രക്തവും ഉയർത്തുന്നതിന് തൊട്ടുമുമ്പ് എൻ്റെ ആത്മാവ് ദൈവിക സാന്നിധ്യത്താൽ നിറഞ്ഞു. അതെന്നെ അരൂപിയിൽ ബലിപീഠത്തിലേക്ക് നയിച്ചു. അപ്പോൾ ഞാൻ പരിശുദ്ധ ദൈവമാതാവിനെ ഉണ്ണീശോയോടുകൂടി കണ്ടു. പരിശുദ്ധ അമ്മയുടെ കയ്യിൽ പിടിച്ചിരുന്ന ഉണ്ണീശോ ആ നിമിഷം തന്നെ ബലിപീഠത്തിൻ്റെ മധ്യത്തിലേക്ക് വലിയ സന്തോഷത്തോടെ ഓടിപ്പോയി. പരിശുദ്ധ ദൈവമാതാവ് എന്നോട് ഇപ്രകാരം പറഞ്ഞു, കണ്ടാലും എത്ര വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ ഉണ്ണീശോയെ അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ ഫരമേൽപ്പിക്കുന്നത്. ഇതുപോലെ നിന്റെ ആത്മാവിനെ ഒരു കൊച്ചുകുട്ടിയുടെ ലാളിത്യത്തോടെ അദ്ദേഹത്തെ ഫരമേൽപ്പിക്കണം. ഈ വാക്കുകളോടെ ഒരു അസാധാരണ ആശ്രയഭാവം എൻ്റെ ആത്മാവിന് കൈവന്നു. ഇടതൂർന്ന മുടിയോടും തല മൂടാതെയും കാണപ്പെട്ട ദൈവമാതാവ് സുതാര്യമായ തൂവെള്ള ഉടുപ്പും നേർമയുള്ള നീല മേലങ്കിയും ധരിച്ച് അനുപമ സൗന്ദര്യത്തോടെ അതിമനോഹരിയായിരുന്നു. അമ്മ വളരെ വാത്സല്യത്തോടെയാണ് അച്ഛനെ വീക്ഷിച്ചത്. അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കോമളനായി ഉണ്ണീശോയെ 2ആയി മുറിച്ചു. ജീവരക്തം അവിടെ ഒഴുകി. അച്ഛൻ കുനിഞ്ഞ് ആചാരം ചെയ്തു. ജീവനുള്ള യഥാർത്ഥ ഈശോയെ ഉൾക്കൊണ്ടു. അദ്ദേഹം ഈശോയെ ഭക്ഷിച്ചോ? ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഈശോയെ, എൻ്റെ ഈശോയെ, എനിക്ക് അങ്ങയെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല. ഒറ്റ നിമിഷം കൊണ്ട് അങ്ങ് എനിക്ക് അഗ്രാഹ്യനാകുന്നു. ദൈവ തിരുമനസ് നിറവേറ്റുന്നതാണ് എല്ലാ പുണ്യങ്ങളുടെയും കാതൽ. വിശ്വസ്തയോടെ ദൈവ തിരുമനസ് പൂർത്തിയാക്കുന്നവൻ എല്ലാ സുഹൃത്തുക്കളും അഭ്യസിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളിലും സാഹചര്യങ്ങളിലും എത്രയും പരിശുദ്ധമായ ദൈവ തിരുമനസ് വാഴ്ത്തപ്പെട്ടതാകട്ടെ. എൻ്റെ ആന്തരാത്മാവിൻ്റെ സ്നേഹവിഷയമാണത്. എൻ്റെ ആന്തരികതയിൽ വെളിപ്പെടുത്തി കിട്ടിയ ദൈവേഷ്ടത്തിന് അനുസരിച്ചുള്ള ഒരു ജീവിതമാണ് ഞാൻ നയിക്കുന്നത്. ഈ ലോകത്തിലെ പ്രശസ്തിയെയും ബഹുമാനത്തെയും ആദരവിനെയും ദൈവ തിരുമനസ് പ്രകാരമുള്ള പീഡനങ്ങളും വേദനകളും കുറ്റപ്പെടുത്തലുകളും എല്ലാ തരത്തിലുമുള്ള കഷ്ടതകളും കൂടുതൽ മാധുര്യമുള്ളതായി എനിക്ക് അനുഭവപ്പെടുന്നു. എൻ്റെ ഈശോയെ, ഗുഡ് നൈറ്റ്. എനിക്ക് ഉറങ്ങുവാനുള്ള മണിയടിച്ചു. എൻ്റെ ഈശോയെ, ആത്മാക്കളെ രക്ഷിക്കാനുള്ള ആഗ്രഹത്താൽ ഞാൻ മരിക്കുകയാണെന്ന് അങ്ങേക്കറിയാമല്ലോ. എൻ്റെ പ്രിയനെ, ഗുഡ് നൈറ്റ്. നിത്യതയിലേക്ക് ഒരു ദിവസം കൂടി അടുത്തല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിക്കുന്നു. ഈശോയെ, നാളെ ഉണരുമ്പോൾ അങ്ങ് അനുവദിക്കുന്നെങ്കിൽ അവിടുത്തെ സ്തുതിക്കായി ഒരു പുതിയ കീർത്തനം ഞാൻ ആരംഭിക്കും. ജൂലൈ 13. ഇന്നത്തെ ധ്യാന സമയത്ത് എൻ്റെ ആത്മീയ അനുഭവങ്ങളെക്കുറിച്ച് യാതൊന്നും ആരോടും സംസാരിക്കരുതെന്നും എന്നാൽ എൻ്റെ ആത്മീയ പിതാവിൻ്റെ അടുത്തൊന്നും മറച്ചു വയ്ക്കരുതെന്നും അദ്ദേഹത്തിന് ആത്മീയ പ്രകാശം ലഭിക്കാനായി പ്രാർത്ഥിക്കണമെന്നും ഞാൻ മനസ്സിലാക്കി. എൻ്റെ അന്തരാത്മാവിൽ ലഭിക്കുന്ന എല്ലാ ആന്തരിക പ്രചോദനങ്ങളെക്കാൾ കൂടുതലായി എൻ്റെ കുമ്പസാരക്കാരൻ്റെ വാക്കുകൾക്ക് ഞാൻ പ്രാധാന്യം നൽകുന്നു. അതികഠിനമായ പീഡകളുടെ സമയത്ത് മനുഷ്യരിൽ നിന്നൊരു സഹായവും പ്രതീക്ഷിക്കാതെ ക്രൂശിതനായ ഈശോയുടെ തിരുമുമ്പിൽ എൻ്റെ ആത്മാവിൻ്റെ എല്ലാ നെടുവീർപ്പുകളും ഞാൻ സമർപ്പിക്കുന്നു. അവിടുത്തെ അത്യഗാധമായ കരുണയിലാണ് എൻ്റെ എല്ലാ പ്രതീക്ഷയും. ദൈവം എന്നെ എത്രമാത്രം രൂപാന്തരപ്പെടുത്തുകയാണെന്ന് എനിക്ക് തോന്നിയോ അത്രമാത്രം നിശബ്ദതയിൽ ആഴപ്പെടുവാൻ ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ ആത്മാവിൻ്റെ അഗാധങ്ങളിൽ ദൈവസ്നേഹം പ്രവർത്തന നിരതമായിരുന്നു. കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൗത്യം തുടങ്ങുകയാണെന്ന് ഞാൻ കണ്ടു. ഒരിക്കൽ ഞാൻ വളരെ തീക്ഷ്ണമായി ഈശോ സഭയിലെ വിശുദ്ധരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കാവൽ മാലാഖ പ്രത്യക്ഷനായി എന്നെ ദൈവിക സിംഹാസനത്തിൻ്റെ സന്നിധിയിലേക്ക് ആനയിച്ചു. ഞാൻ വിശുദ്ധരുടെ ഒരു വലിയ ഗണത്തിലൂടെയാണ് കടന്നുപോയത്. ചിലരെയൊക്കെ അവരുടെ പടം കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞു. ഈശോ സഭക്കാരിൽ വളരെ പേരെ ഞാൻ കണ്ടു. ഞാൻ ഏത് സന്യാസ സഭയിൽ ഉൾപ്പെട്ടതാണെന്ന് അവർ എന്നോട് ചോദിച്ചു. ഞാൻ ഉത്തരം പറഞ്ഞപ്പോൾ അവർ വീണ്ടും ചോദിച്ചു, ആരാണ് ആത്മീയ പിതാവ്? ഞാൻ പറഞ്ഞു, ഫാദർ ആൻഡ്രാഷ്. അവർ കൂടുതൽ സംസാരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ നിശബ്ദയായിരിക്കാൻ എൻ്റെ കാവൽ മാലാഖ എനിക്ക് അടയാളം തന്നു. ഞാൻ ദൈവിക സിംഹാസനത്തിൻ്റെ മുമ്പിലെത്തി.
നോക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ഉജ്ജ്വല പ്രകാശം ഞാൻ കണ്ടു. ദൈവത്തോടടുത്തായി എനിക്കായി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലവും ഞാൻ കണ്ടു. ഒരു മേഘം അതിനെ മൂടിയിരുന്നതിനാൽ അത് എങ്ങനെയുള്ളതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇപ്രകാരം എൻ്റെ കാവൽ മാലാഖ എന്നോട് പറഞ്ഞു, നിന്റെ വിശ്വസ്തതയ്ക്കും ദൈവ തിരുമനസ് നിറവേറ്റുന്നതിനും നിനക്ക് ലഭിക്കുന്ന സിംഹാസനം ഇവിടെയാണ്. വ്യാഴാഴ്ചത്തെ തിരുമണിക്കൂർ. ഈ തിരുമണിക്കൂർ സമയത്ത് ഈശോയോട് കൂടെ സഹിയോൻ ഊട്ടുശാലയിലായിരിക്കാനും അവിടെ നടന്ന കാര്യങ്ങൾക്ക് സാക്ഷിയാകുവാനും ഒരു ദർശനത്തിലൂടെ ഈശോ എന്നെ അനുവദിച്ചു. ബലിയർപ്പണത്തിന് തൊട്ടു മുമ്പ് ഈശോ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പിതാവുമായി രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെട്ടപ്പോൾ എൻ്റെ അന്തരാത്മാവ് നിർവൃതിയിലായി. നിത്യതയിൽ മാത്രമേ നമുക്ക് ഈ നിമിഷത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അവിടുത്തെ കണ്ണുകൾ തീജ്വാല പോലെ തിളങ്ങി, മുഖം തൂമഞ്ഞ് പോലെ തേജോമയമായി. അങ്ങനെ അവിടുന്ന് വളരെ മഹത്വപൂർണനായി കാണപ്പെട്ടു. അവിടുത്തെ ആത്മാവ് തീവ്രമായി ദാഹിക്കുകയായിരുന്നു. ബലിയർപ്പണത്തിന് ശേഷം സ്നേഹം അത്യുച്ചയിലെത്തി. ബലിസമർപ്പണം പൂർണ്ണമായും പരിസമാപ്തിയിലെത്തി. സഹിയോൻ ശാലയിൽ നടന്ന ബലിയർപ്പണത്തിൻ്റെ ബാഹ്യമായ ശാരീരിക മരണത്തിൻ്റെ ചടങ്ങുകൾ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. ശാരീരിക അർപ്പണത്തിലെ രഹസ്യം ഈ തിരുമണിക്കൂറിലെന്ന പോലെ ഇത്രയും ആഴത്തിൽ വ്യക്തമായി ഞാൻ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. ഈ അളക്കാനാവാത്ത ദിവ്യരഹസ്യത്തിലേക്ക് ലോകം മുഴുവനും ഓടി അണിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. തിരുമണിക്കൂറിന് ശേഷം എൻ്റെ മുറിയിലെത്തിയപ്പോൾ പെട്ടെന്ന് എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തി ദൈവത്തെ വളരെയധികം വേദനിപ്പിക്കുന്നതായി എനിക്ക് വെളിപ്പെട്ടു. ഇത് കണ്ടപ്പോൾ തീവ്ര ദുഃഖത്താൽ ഞാൻ ദൈവം മുമ്പിൽ നിലത്ത് കമിഴ്ന്നു വീണ് ദൈവകരുണയ്ക്കായി യാചിച്ചു. 2 മണിക്കൂർ സ്വയം ചമ്മട്ടിയടിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ആ പാപത്തെ ഞാൻ തടഞ്ഞു. ആ പാപം ആത്മാവിന് ദൈവകരുണ പുലുകിയെന്ന് എനിക്ക് മനസ്സിലായി. ഒറ്റ പാപത്തിന് കൊടുക്കേണ്ടി വന്ന വില. സെപ്റ്റംബറിലെ ആദ്യ വെള്ളിയാഴ്ച സായാഹ്നത്തിൽ പരിശുദ്ധ ദൈവമാതാവ് ഹൃദയത്തിൽ ഒരു വാൾ തുളച്ചു കയറിയിരിക്കുന്ന രൂപത്തിൽ എനിക്ക് കാണപ്പെട്ടു. ദൈവത്തിൻ്റെ അത്യുഗ്രമായ ശിക്ഷ ഏൽക്കാതെ ലോകത്തെ മറച്ചു പിടിച്ചുകൊണ്ട് അമ്മ രക്തക്കണ്ണുനീർ ചിന്തുകയാണ്. അത്യുഗ്രമായ ശിക്ഷ നമ്മുടെ മേൽ നടപ്പാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിലും ദൈവമാതാവ് നമ്മെ മറച്ചു പിടിച്ചിരിക്കുന്നത് കൊണ്ട് അവിടത്തേക്ക് അതിന് സാധിക്കുന്നില്ല. ഭയങ്കരമായ ഭീതിയാൽ എൻ്റെ ആത്മാവ് വിറച്ചു. ദൈവമാതാവിനോട് നന്ദിഹീനത പ്രകടിപ്പിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പോളണ്ടിനു വേണ്ടി ഞാൻ തുടർച്ചയായി പ്രാർത്ഥിച്ചു. ദൈവമാതാവില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും വൃഥാവിലാകുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ജന്മനാടിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും ഞാൻ തീവ്രമാക്കി. എന്നാൽ തിന്മയുടെ മഹാപ്രവാഹത്തിൻ്റെ മുമ്പിൽ ഞാൻ വെറും ഒരു തുള്ളി മാത്രമാണ്. ഒരു തുള്ളിക്ക് ഒരു പ്രവാഹത്തെ എങ്ങനെ തടയാനാകും? അതെ, ഒരു തുള്ളി അതിൽ തന്നെ ഒന്നുമല്ലായിരിക്കും. എന്നാൽ ഈശോയെ, അങ്ങയോട് ഒരുമിച്ചാണെങ്കിൽ എല്ലാ തിന്മകൾക്കെതിരായി മാത്രമല്ല മുഴുവൻ നരകത്തിനെതിരായും ഞാൻ ധൈര്യപൂർവ്വം നിലകൊള്ളും. സർവശക്തനായ അങ്ങേക്ക് എല്ലാം സാധ്യമാണ്. ഒരിക്കൽ ഞാൻ കുശ്നിയിലേക്ക് പോകുന്ന വഴി ഈ സ്വരം എൻ്റെ ആത്മാവിൽ ശ്രവിച്ചു. ഞാൻ പഠിച്ച കരുണയുടെ പ്രാർത്ഥന നീ നിരന്തരം ചൊല്ലണം. ആര് ഇത് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ മരണനേരത്ത് എൻ്റെ അനന്തമായ കരുണ അവർ അനുഭവിക്കും. പാപികൾക്ക് അവസാനത്തെ രക്ഷാമാർഗമായി വൈദികർ ഇത് നിർദ്ദേശിച്ചു കൊടുക്കണം. എത്ര വലിയ കഠിന പാപിയാണെങ്കിലും ഈ അനുഗ്രഹ ജപമാല ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലിയാൽ എൻ്റെ അനന്ത കാരുണ്യത്തിൽ നിന്ന് അവന് കൃപ ലഭിക്കുന്നതാണ്. ലോകം മുഴുവനും എൻ്റെ അനന്തമായ കരുണ അറിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ കരുണയിൽ ആശ്രയം വയ്ക്കുന്നവർക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത കൃപകൾ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സത്യവും ജീവനുമുള്ള എൻ്റെ ഈശോയെ, എൻ്റെ നാഥനായ അവിടുന്ന് തന്നെ അവിടുത്തെ തിരുഹിതത്തിനനുസരിച്ച് എന്നെ ഓരോ നിമിഷവും നയിച്ചു കൊള്ളണമേ. ഒരവസരത്തിൽ ദൈവത്തിൻ്റെ ദിവ്യകുഞ്ഞാടിൻ്റെ സിംഹാസനം ഞാൻ ദർശനത്തിൽ കണ്ടു. സിംഹാസനത്തിന് മുമ്പിൽ 3 വിശുദ്ധർ നിന്ന് പോളണ്ടിനു വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ടായിരുന്നു. അവർ സ്റ്റനിസ്ലോസ് കോസ്ത്ക, ആൻഡ്രൂ ബൊബോള, പ്രിൻസ് കാശ്മീർ എന്നിവരായിരുന്നു. അപ്പോൾ തന്നെ സിംഹാസനത്തിന് മുമ്പിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന ഒരു വലിയ പുസ്തകം എനിക്ക് വായിക്കുവാനായി തന്നു. പുസ്തകത്തിൽ രക്തം കൊണ്ടാണ് എഴുതിയിരുന്നത്. എന്നാൽ ഈശോ എന്ന നാമമല്ലാതെ മറ്റൊന്നും എനിക്കതിൽ വായിക്കാൻ സാധിച്ചില്ല. പെട്ടെന്നൊരു സ്വരം എന്നോട് ഇങ്ങനെ സംസാരിച്ചു, നിന്റെ സമയം ഇനിയും ആയിട്ടില്ല. അപ്പോൾ പുസ്തകം എന്നിൽ നിന്ന് എടുക്കപ്പെടുകയും ഈ വാക്കുകൾ ഞാൻ ശ്രവിക്കുകയും ചെയ്തു. എൻ്റെ അനന്തമായ കാരുണ്യത്തിന് നീ സാക്ഷ്യം വഹിക്കും. എൻ്റെ കരുണയെ രേഖപ്പെടുത്തിയ ആത്മാക്കളുടെ പേരുകളാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഈ അളവറ്റ നന്മയെ ദർശിച്ചപ്പോൾ ഞാൻ ആനന്ദ നിർഭരയായി. മറ്റൊരവസരത്തിൽ 2 സന്യാസ സഹോദരിമാർ മദർ സുപ്പീരിയർ നൽകിയ നിർദ്ദേശത്തോട് തങ്ങളുടെ ഉള്ളിൽ എതിർപ്പ് പ്രകടിപ്പിച്ചതിനാൽ ദൈവം അവർക്ക് നൽകുവാനിരുന്ന
പല പ്രത്യേക കൃപകളും തടഞ്ഞു വച്ചിരിക്കുന്നതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇത് ദർശിച്ചപ്പോൾ എൻ്റെ ഹൃദയം വളരെയധികം വേദനിച്ചു. ഓ എൻ്റെ ഈശോയെ, ഞങ്ങൾ തന്നെ പല കൃപകളും ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്താൻ കാരണമാകുന്നത് എത്രയോ സങ്കടകരമാണ്. ഇത് മനസ്സിലാക്കുന്നവർ എപ്പോഴും വിശ്വസ്തരായിരിക്കാൻ പരിശ്രമിക്കും. വ്യാഴാഴ്ച. ഇന്ന് ഞാൻ വളരെ ക്ഷീണിതയായിരുന്നെങ്കിലും തിരുമണിക്കൂർ നടത്താൻ തന്നെ തീരുമാനിച്ചു. എനിക്ക് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ പോലും സാധിക്കുന്നില്ലായിരുന്നുവെങ്കിലും വളരെ തീഷ്ണതയോടെ ഈ സമയം ആരാധിക്കുന്ന ആത്മാക്കളോട് അരൂപിയിൽ പങ്കുചേർന്ന് ആ 1 മണിക്കൂർ ഞാൻ പ്രാർത്ഥനാനിരതയായി നിലകൊണ്ടു. എന്നാൽ തിരുമണിക്കൂറിൻ്റെ അവസാനമായപ്പോൾ ഈശോ എനിക്ക് കാണപ്പെട്ടു. എൻ്റെ ഉള്ളിലേക്ക് ചൂഴ്ന്നിറങ്ങുന്ന വിധം എന്നെ കടാക്ഷിച്ചുകൊണ്ട് അവർണ്ണനീയമായ മാധുര്യത്തോടെ എന്നോട് സംസാരിച്ചു. നിന്റെ പ്രാർത്ഥനയിൽ ഞാൻ അത്യധികം സംപ്രീതനാണ്. ഈ വാക്കുകൾ ശ്രവിച്ചപ്പോൾ ഒരു അതിസ്വാഭാവിക ശക്തിയാലും ആത്മീയ സന്തോഷത്താലും എൻ്റെ ആത്മാവ് നിറഞ്ഞു. ദൈവിക സാന്നിധ്യത്താൽ എൻ്റെ ഉള്ളം ത്രസിച്ചു. ദൈവത്തെ മുഖാഭിമുഖം ദർശിക്കുന്ന ഒരാത്മാവിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ഒരു തൂലികയ്ക്കും രേഖപ്പെടുത്താൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ ആര് അതിന് തുനിയും?